നമസ്കാരം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ പാസ്സാക്കിയ നിരവധി ആക്റ്റുകളെ പറ്റിയും അതിനുശേഷം ക്രൗൺ ഭരണം ഏറ്റെടുത്തതിന് ശേഷം പാസ്സാക്കിയിട്ടുള്ള നിരവധി ആക്റ്റുകളെ പറ്റിയും അതിൻ്റെ വേരിയസ് 1909 പാസ്സാക്കിയ മിൻറ്റോ മോർലി റിഫോംസ് ആക്ടിൻ്റെ പ്രൊവിഷൻസും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രേറ്റ് വരുന്നത് എങ്ങനെയാണെന്നും ഈ കമ്മ്യൂണൽ ഇലക്ട്രേറ്റിൻ്റെ ഫാദറായി മിൻറ്റോ മാറിയ കാര്യവുമെല്ലാം നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1919 പാസ്സാക്കിയ മോണ്ടിഗോ ചെംസ്ഫോർഡ് റിഫോംസ് ആക്ട് പാസ്സാക്കാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് 1917 ഇന്ത്യയിലെ ബ്രിട്ടീഷിൻ്റെ എയിം എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുപ്രകാരം ഒരു ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇന്ത്യക്ക്, അതായത് ഇന്ത്യൻ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനും ഒക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തിരുന്നു. കൊടുക്കാനുള്ള പ്രധാന റീസൺ ബ്രിട്ടീഷ് വാർ എഫേർട്സിന് ഇന്ത്യയുടെ സപ്പോർട്ട് ആവശ്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി ഉൾപ്പെടുന്ന ലീഡേഴ്സിന് ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം കൊടുക്കുകയും ആ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷ് വാർ എഫേർട്സിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് അന്ന് പറഞ്ഞ ആ ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് പാസ്സാക്കുന്ന ആക്റ്റാണ് 1919 മോണ്ടിഗോ ചെംസ്ഫോർഡ് റിഫോംസ് ആക്ട്. മോണ്ടിഗോ എന്ന് പറയുന്നത് ആ സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. ചെംസ്ഫോർഡ് എന്ന് പറയുന്നത് വൈസ്രോയിയാണ്. ഇവർ രണ്ടുപേരിലാണ് ഈ ആക്ട് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പോപ്പുലർ നെയിം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 എന്നാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഇന്ത്യയിലെ ഗവേണൻസിൻ്റെയും ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനും ഫ്രെയിംവർക്കിനും ഒരു മൊത്തമായിട്ടുള്ളൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്റ്റാണ്. സോ ഈ ആക്ടിൻ്റെ മേജർ പ്രൊവിഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായി ഫസ്റ്റ്, ഇന്ത്യയിലെ സബ്ജക്ട്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് സെൻട്രൽ സബ്ജക്ട്സും രണ്ട് സ്റ്റേറ്റ് സബ്ജക്ട്സും. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ്. സോ സെൻട്രൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വൈസ്രോയി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന, വൈസ്രോയും എക്സിക്യൂട്ടീവ് കൗൺസിലും ഡയറക്റ്റായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സബ്ജക്ട്സ്. സ്റ്റേറ്റ് സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ പ്രൊവിൻസിലെ ഗവർണറും അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും അദ്ദേഹത്തിൻ്റെ ലെജിസ്ലേച്ചറും ചേർന്ന് കൈകാര്യം ചെയ്യുന്ന രണ്ടാമത്തെ ടൈപ്പ് സബ്ജക്ട്സ്. സോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ടോട്ടൽ സബ്ജക്ട്സിനെ. നമ്മുടെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂൾ 7 പറയുന്നത് ഇതിനെപ്പറ്റി തന്നെയാണ്. 3 ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതേ രീതിയിൽ തന്നെ സബ്ജക്ട്സിനെ 3 ലിസ്റ്റിന് പകരം ഇവിടെ 2 സബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സെൻട്രൽ സബ്ജക്ട്സും പ്രൊവിൻഷ്യൽ സബ്ജക്ട്സും. രണ്ടാമത്തെ പ്രൊവിഷൻ, ഇതിൽ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഈ ആക്ട് പ്രകാരം പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്നാമത്തെ ഡിവിഷൻ റിസർവ്ഡ് സബ്ജക്ട്സും രണ്ടാമത്തത് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സും. ഇവിടെ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ ആക്ട് പ്രകാരം നമ്മൾ കണ്ട പ്രൊവിഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷനാണ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇന്ത്യൻ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടാം. അതേസമയം സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബ്രിട്ടീഷ് മെജോറിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇത് നമ്മൾ മുൻപുള്ള ആക്റ്റുകളിൽ കണ്ടതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മെമ്പേഴ്സ് കൂടുതലുള്ള ലെജിസ്ലേച്ചർ കൈകാര്യം ചെയ്യുന്ന ഐറ്റംസ്. സോ ഗവർണർ, അതായത് പ്രൊവിൻസിലെ ഗവർണർ, അദ്ദേഹവും അതോടൊപ്പം തന്നെ ആ പ്രൊവിൻസിലെ ലെജിസ്ലേച്ചറും കൂടി ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സബ്ജക്ട്സിനെയാണ് ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതേസമയം ഗവർണറും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലും കൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന സബ്ജക്ട്സിനെയാണ് റിസർവ്ഡ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഞാനൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഗവർണറും ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മെമ്പേഴ്സിന് പ്രാതിനിധ്യം ഉള്ളതാണ്. പ്രാതിനിധ്യം കൂടിയ ഏരിയയാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. സോ ഗവർണറും ലെജിസ്ലേച്ചറും തമ്മിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സബ്ജക്ട്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതേസമയം റിസർവ്ഡ് സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഗവർണറും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ട്, എക്സിക്യൂട്ടീവ് കൗൺസിലും കൂടി ചേർന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സബ്ജക്ട്സ്. സോ ഇവിടെ ഓർക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിട്ടുള്ള ഡിഫൻസ് പോലുള്ള കാര്യങ്ങളെല്ലാം, ഡിഫൻസ്, ആർമി, മിലിറ്ററി, അല്ലെങ്കിൽ അതേപോലെ റവന്യൂ ജനറേറ്റിംഗ്, റവന്യൂ, ലാൻഡ് റിഫോംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
ഗവർണറും അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലുമാണ് തീരുമാനിച്ചിരുന്നത്. അതേസമയം എഡ്യൂക്കേഷൻ പോലുള്ള ലീസ്റ്റ് റവന്യൂ ഏണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ വേണ്ടി ലെജിസ്ലേച്ചറിന് അവസരം കൊടുത്തിരുന്നു. സോ ഇവിടെ ഇങ്ങനെയാണ് ആദ്യത്തെ ഡിവിഷൻ വരുന്നത്. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇത് ആദ്യമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുമ്പോൾ ആദ്യമായിട്ട് ബൈക്യാമറലിസവും അതേപോലെ ഡയറക്റ്റ് ഇലക്ഷൻസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നത് 1990 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്, പോപ്പുലർലി നോൺ ആസ് മോണ്ടിഗോ-ചെംസ്ഫോർഡ് റിഫോംസ് ആക്ട്. ഈ ആക്ട് പ്രകാരമാണ് ബൈക്യാമറലിസം എന്ന് പറയുന്നത് ഒരു അപ്പർ ഹൗസും ലോവർ ഹൗസും, അതായത് സെൻട്രൽ ലെജിസ്ലേച്ചറിനെ ഒരു അപ്പർ ഹൗസ് ആൻഡ് ലോവർ ഹൗസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പർ ഹൗസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും ലോവർ ഹൗസ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറുമാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ഈ ആക്ട് പ്രകാരമാണ്. അതോടൊപ്പം തന്നെ ഇലക്ഷൻസ്, ഡയറക്റ്റ് ഇലക്ഷൻസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ആക്ട് പ്രകാരമാണ്. നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിലവിൽ 6 മെമ്പേഴ്സാണുള്ളത്. ഈ 6 മെമ്പേഴ്സിൽ 3 പേർ ഇന്ത്യക്കാരായിരിക്കണം എന്നുള്ളൊരു തീരുമാനവും കൂടി ഈ ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ 4 പ്രൊവിഷൻസാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒന്നാമത്തെ പ്രൊവിഷൻ സബ്ജക്ട്സിനെ സെൻട്രൽ സബ്ജക്ട്സ് എന്നും സ്റ്റേറ്റ് സബ്ജക്ട്സ് എന്നും ഡിവൈഡ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഇതിൽ ഞാൻ സ്റ്റേറ്റ് എന്ന് റിപ്പീറ്റ് ചെയ്തു, പ്രൊവിൻസ് എന്ന് കൂട്ടുക. സബ്ജക്ട്സിനെ സെൻട്രൽ സബ്ജക്ട്സ് ആയിട്ടും പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നു. ദെൻ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, റിസർവ്ഡ് സബ്ജക്ട്സും ദെൻ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സും. ഇതിന് ശേഷം മൂന്നാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ഇലക്ഷൻസും. നാലാമത്തെ പ്രൊവിഷൻ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അല്ല, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ മെമ്പേഴ്സ് 6 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 6 പേരിൽ 3 പേർ ഇന്ത്യക്കാരായിരിക്കണം എന്നുള്ളൊരു പ്രൊവിഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അഞ്ചാമതായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഉദ്ദേശം എന്ന് പറയുന്നത് സെൻട്രൽ സിവിൽ സർവീസിലേക്ക് വേണ്ട ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ബോഡിയായിട്ട് പിന്നീട് അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് ഈ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ആറാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ, ആദ്യമായിട്ട് ഫ്രാഞ്ചൈസ്, അതായത് ഇന്ത്യൻസിന് കുറച്ച് പേർക്കും കൂടി ഫ്രാഞ്ചൈസ് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, വോട്ടവകാശം, റൈറ്റ് ടു വോട്ട് ഇൻ എലക്ഷൻസ്, അത് കുറച്ച് ആളുകൾക്ക് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ കുറച്ച് ആളുകൾക്ക് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിനും യൂണിഫോംലി അല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാൻഡ് ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക്, അതേപോലെ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക്, അതേപോലെ ടാക്സ് പേയേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക്. സോ 3 ഗ്രൗണ്ട്സിലാണ് ഫ്രാഞ്ചൈസി റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 ലാൻഡ് ഹോൾഡേഴ്സ്, 2 ടാക്സ് പേയേഴ്സ്, 3 എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്. സോ ഈ 3 കാറ്റഗറിയിൽ ഉള്ള ഇന്ത്യൻസിനും കൂടി വോട്ട് ചെയ്യാനുള്ള അവകാശം പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഏഴാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ, കമ്മ്യൂണൽ ഇലക്ട്രേറ്റിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞാണ്. കഴിഞ്ഞ ആക്ട്, അതായത് മിന്റോ-മോർലി റിഫോംസ് ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രൊവിഷനാണ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്, ഒരു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ. മുസ്ലിംസിനായിരുന്നു കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോ കോൾഡ് മൈനോറിറ്റീസ് വേറെയുമുണ്ട്, അവരുടെ ഭാഗത്തൊന്നും റെസിസ്റ്റൻസ് ഉണ്ടാകാൻ തുടങ്ങി. അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ ഈ കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ബാക്കിയുള്ള മൈനോറിറ്റീസിനും കൂടി പ്രൊവൈഡ് ചെയ്യും. ഇവിടെ പ്രൊവൈഡ് ചെയ്തത് സിഖ്, ക്രിസ്ത്യൻ, ആംഗ്ലോ ഇന്ത്യൻ ആൻഡ് യൂറോപ്യൻസ്. സിഖ്, ക്രിസ്ത്യൻ, ആംഗ്ലോ ഇന്ത്യൻ ആൻഡ് യൂറോപ്യൻസ്, ഈ പറയുന്ന 4 കാറ്റഗറിയിൽ കൂടി കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. എട്ടാമത്തെ പ്രൊവിഷൻ, ആദ്യമായിട്ട് ഇതുവരെയുള്ള ബഡ്ജറ്റ് എന്ന് പറയുന്നത് കോമൺ ബഡ്ജറ്റായിരുന്നു. അതായത് സെൻട്രൽ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യും, ആ ബഡ്ജറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൊവിൻസസിന് അലോക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. ആദ്യമായിട്ട് സെൻട്രൽ ബഡ്ജറ്റിനെയും പ്രൊവിൻഷ്യൽ ബഡ്ജറ്റിനെയും സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറയുന്നതും ഈ ആക്ട് പ്രകാരമാണ്. ഓക്കെ, 9ാമതായിട്ടൊരു പ്രൊവിഷൻ കൂടി ഓർക്കുക. ഈ ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം, ഈ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 1921 ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ആക്ടിൻ്റെ വർക്കിങ്ങിനെ പറ്റി പഠിക്കാൻ വേണ്ടി 10 വർഷം കഴിയുമ്പോൾ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യണം. ആ ബോഡി വർക്കിനെ പറ്റി പഠിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി ഈ ആക്ടിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് 1927, അതായത് ഷെഡ്യൂൾ ഡേറ്റ് എന്ന് പറയുന്നത് ആക്ട് പാസ്സാക്കുന്നത് 1919 10 വർഷം കഴിയുമ്പോൾ 1929 ആകും. 2 വർഷം മുമ്പായിട്ട് 1927 സൈമൺ കമ്മീഷൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് ഈ ആക്ടിൻ്റെ പ്രൊവിഷൻ പ്രകാരം തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട 9 പ്രൊവിഷൻസാണ്
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ 1919 മോണ്ടിഗോ ചെംസ്ഫോർഡ് റിഫോംസ് ആക്ട് പ്രകാരം ഉള്ളത്. ഒന്നാമത്തെ പ്രൊവിഷൻ സെൻട്രൽ സബ്ജക്ട്സും സ്റ്റേറ്റ് സബ്ജക്ട്സും ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രൊവിഷൻ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊവിൻസ് ആണ്. പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു, റിസർവ്ഡും ട്രാൻസ്ഫേർഡും. മൂന്നാമത്തെ പ്രൊവിഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ഇലക്ഷൻസ് വരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബൈക്യാമറലിസം മീൻസ് അപ്പർ ഹൗസ് ആൻഡ് ലോവർ ഹൗസ്, അങ്ങനെയുള്ള സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നാലാമത്തെ പ്രൊവിഷനായിട്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ 6 മെമ്പേഴ്സിൽ 3 പേർ ഇന്ത്യക്കാരായിരിക്കണം എന്നുള്ളൊരു പ്രൊവിഷൻ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. അഞ്ചാമത്തെ പ്രൊവിഷനായിട്ട് സെൻട്രൽ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ PSC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1926 ദെൻ ഇന്ത്യൻസിന് കൂടുതൽ ആളുകൾക്ക് വോട്ടിനുള്ള അധികാരം ക്രിയേറ്റ് ചെയ്യുന്നു, അധികാരം പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഈ വോട്ടവകാശം കിട്ടുന്നത് അന്ന് 3 കാറ്റഗറിയിലുള്ള ഇൻഡിവിജ്വൽസിന് കൂടിയാണ്: ലാൻഡ് ഹോൾഡേഴ്സ്, ടാക്സ് പേയേഴ്സ്, എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്. ദെൻ ഏഴാമത്തെ പ്രൊവിഷനായിട്ട് നമ്മൾ ഓർക്കേണ്ടത് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഓൾറെഡി ഉണ്ട് മുസ്ലിംസിന്, അതുകൂടാതെ സിഖിന്, ക്രിസ്ത്യൻസിന്, ആംഗ്ലോ ഇന്ത്യൻസ് ആൻഡ് യൂറോപ്യൻസ് ഇവർക്ക് കൂടി കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ബജറ്റിനെ ഉണ്ടാക്കുന്നു, സെൻട്രൽ ബജറ്റും സ്റ്റേറ്റ് ബജറ്റും എന്നുള്ള രീതിയിൽ 2 ബജറ്റുകളാക്കി മാറ്റുന്നു. ആൻഡ് ഫൈനലി ഈ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം 10 വർഷത്തിനുള്ളിൽ മറ്റൊരു ബോഡി, ഒരു കമ്മീഷൻ ഈ ആക്ടിനെ പറ്റി പഠിച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്നുള്ള ഒരു പ്രൊവിഷൻ കൂടി ഇതിനകത്തുണ്ടായിരുന്നു. ആ പ്രൊവിഷൻ പ്രകാരമാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് 1919 മോണ്ടിഗോ ചെംസ്ഫോർഡ് റിഫോംസ് ആക്ടിനെ പറ്റി പറയാനുള്ളത്. നമ്മൾ അടുത്ത സെഷനിൽ 1935 പാസ്സാക്കിയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിനിടയിൽ സൈമൺ കമ്മീഷനും ദെൻ കമ്മ്യൂണൽ അവാർഡും അതോടൊപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.